നമ്മൾ പിരിയ. വിധിയാ ഗുരുവായൂരിൽ നമ്മളെ യോജിപ്പിച്ചത്. ആ വിധി തന്നെ പിരിക്കുകയും ചെയ്യുന്നു. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണമെന്ന് പറയുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. ഈ വഴക്ക് ഇനിയും ആവർത്തിക്കും. വഴക്ക് കൂടി ജീവിതം ഇല്ലാതാവുന്നതിലും നല്ലത് ബന്ധം അവസാനിപ്പിക്കുന്നതാ. കഴിഞ്ഞ കുറെ നല്ല ഓർമ്മകൾ മതി ഇനി അങ്ങോട്ട് ജീവിക്കാൻ. ആരും കരുതും ഞാൻ വിളിച്ചിട്ട് അച്ഛൻ വന്നെന്ന്. സത്യമായിട്ടും അല്ല. ഞാൻ കരഞ്ഞത് അച്ഛൻ്റെ കാതിലെത്തിക്കാണും. അവരവരുടെ അച്ഛനും അമ്മയും മാത്രമേ മക്കൾക്ക് വേണ്ടി കാണൂന്ന് പറയുന്നത് എത്ര സത്യമാ. ഏതായാലും ദേവമംഗലത്തിന്റെ വിശുദ്ധി ഞാനിനി ഇവിടെ നിന്ന് കുറയ്ക്കുന്നില്ല. സന്തോഷിക്കാനുള്ള എത്രയോ നിമിഷങ്ങൾ തന്ന ആളാ ആര്യൻ. അതുകൊണ്ട് തന്നെ ഒട്ടും വെറുപ്പില്ല. ആ ഓർമ്മകളുമായിട്ടാ ഞാൻ ഇറങ്ങുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലർ പറയും നമ്മൾ ഇനി അങ്ങോട്ട് നല്ല സുഹൃത്തുക്കളായിരിക്കുമെന്ന്. അത് വേണ്ട. സൗഹൃദം വീണ്ടും ബന്ധങ്ങൾ തുടരാൻ പ്രേരിപ്പിക്കും. ഇനി അങ്ങോട്ട് നമ്മൾ രണ്ട് അപരിചിതർ. അത് മതി. ആര്യന് ഒരുപാട് മോഹങ്ങളുണ്ട്. അതൊക്കെ നടത്തിയെടുക്കണം. ട്രാവൽ ഏജൻസി തുടങ്ങണം. അത് വലിയൊരു ബിസിനസ് ശൃംഖലയാക്കണം. ഞാൻ എൻ്റെ പാഷനുമായിട്ട് മുന്നോട്ട് പോവും. പോലീസ് ഓഫീസർ ആവും. ആര്യൻ എന്നെ ഓർത്ത് വിഷമിക്കരുത്. ആര്യന് നല്ല മിടുക്കിയായ സ്മാർട്ടായ ഒരു കുട്ടിയെ കിട്ടും. വിവാഹം ചെയ്യണം. സന്തോഷത്തോടെ ജീവിക്കണം. പിന്നെ നമ്മൾ ഒരുമിച്ച് കട്ടിലിൽ ഉറങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് മറ്റു കുറ്റബോധങ്ങളും വേണ്ട. ഈ വേർപിരിയൽ നമ്മളും ആഗ്രഹിച്ചതാവണം. അതുകൊണ്ടാ നമ്മൾ കരയാത്തത്. ശരി ആര്യ, ഗുഡ് ബൈ.